ഫുക്രിയിലേക്ക് സ്വാഗതം. വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന് ഈ ലോകകപ്പിൽ ഏറ്റവും തിളക്കമേറിയ ഒരു ആശ്വാസമായിട്ട് നിൽക്കുന്ന വിനീഷ്യസ് ജൂനിയറാണ്. കാരണം വിനീഷ്യസ് ജൂനിയറുടെ കരിയറിൽ ഉടനീളം അദ്ദേഹം ക്ലബ്ബുകൾക്ക് വേണ്ടി കളിച്ച കളി ബ്രസീലിന് വേണ്ടി കളിക്കുന്നില്ല, രാജ്യത്തിന് വേണ്ടി കളിക്കുന്നില്ല എന്ന പരാതി ഉടനീളം കേട്ട ഒരാളാണ്. അതിൽ നിന്നൊരു ബ്രേക്കിംഗ് ആണ് ഇവിടെ, അതിൽ നിന്നൊരു ബ്രേക്ക് പോയിന്റ് ആണെന്ന് തോന്നുന്നു വിനീഷ്യസിനെ സംബന്ധിച്ചിടത്തോളം. വിനീഷ്യസ് ഇതാദ്യമായി ബ്രസീലിന് വേണ്ടി ചാമ്പ്യൻ കളി പുറത്തെടുക്കുന്നു എന്ന് പറയാതെ വയ്യ. അതൊരു ലോകകപ്പിലാണ് എന്നത് പ്രത്യേകം പരാമർശിക്കേണ്ടതുണ്ട്. അതാണ് ബ്രസീലിന് വലിയ, അതുപോലൊരു ലോകവേദിയിൽ വിനീഷ്യസ് അയാളെ സ്വയം കണ്ടെത്തുന്നു, സ്വയം തിരിച്ചറിയുന്നു. അദ്ദേഹം ലോക നിലവാരത്തിലേക്ക് ഉയർന്ന് ഒരു ചാമ്പ്യനെ പോലെ ബ്രസീലിന് വേണ്ടി നിൽക്കുന്നു. പ്രത്യേകിച്ച് നെയ്മർ ഇല്ലാത്തൊരു സമയം കൂടിയാണ് അത്. അത്രയും വലിയ പ്രതിസന്ധിയാണ് ബ്രസീൽ നേരിടുന്നത്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ നെയ്മറിൻ്റെ ഇല്ലാത്ത ഒഴിവ്, ശൂന്യത, നെയ്മർ ഉണ്ടാക്കുന്ന ശൂന്യത ഒരു പരിധിവരെ പരിഹരിക്കാൻ വിനീഷ്യസിന് കഴിയുന്നു. ഒരുപക്ഷെ ബ്രസീലിൻ്റെ കരിയറിൽ, ക്ലബ് കരിയർ അല്ല പറയുന്നത്, ബ്രസീൽ രാജ്യത്തിന് വേണ്ടി കളിച്ച കരിയറിൽ വിനീഷ്യസ് ഒരുപക്ഷെ ഒരു ചാമ്പ്യനെ പോലെ ഇതാദ്യമായിട്ടായിരിക്കണം കളിക്കുന്നുണ്ടാകുന്നത് എന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നത്. ഇത്രയും ഫലവത്തായിട്ട് റിസൾട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ മൊറോക്കോക്കെതിരെയുള്ള അദ്ദേഹത്തിൻ്റെ ബ്രില്യൻസ്, ഇൻഡിവിജ്വൽ ബ്രില്യൻസിലാണ് ആ ഗോൾ അടിച്ചത്. അതിഗംഭീര ഗോളായിരുന്നു. പിന്നെ ഇന്ന് അദ്ദേഹം എൻട്രിക്ക് അബദ്ധത്തിൽ അടിച്ച ഗോൾ, അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഹെയ്ത്തി ഡിഫൻഡറുടെ ക്ലിയർ ചെയ്ത പന്ത് കാലിൽ തട്ടി ഗോളായ, എൻട്രിക്കല്ല, എൻട്രിക്കല്ല. അപ്പോൾ കുഞ്ഞ അടിച്ച ഗോള് അത് അങ്ങനെ. പക്ഷെ ആ കുഞ്ഞ അടിച്ച ഗോളിന് വഴി ഉണ്ടാക്കിയത് വിനീഷ്യസ് ആയിരുന്നു. വിനീഷ്യസ് അടിച്ച പന്താണ് ഗോളി തടുത്ത് വിട്ടതാണ്, പിന്നെ ഹെയ്ത്തി ഡിഫൻഡർ ക്ലിയർ ചെയ്തതാണ് ഇയാളുടെ കാലിൽ തട്ടി ഗോളായത്. അവിടെ വിനീഷ്യസ് ആണ് അത് ചെയ്തത്. ഇനി രണ്ടാമത്തെ ഗോളിലോ ഉഗ്രമായി ഫിനിഷ് ചെയ്ത അതിഗംഭീരമായി ഫിനിഷ് ചെയ്ത രണ്ടാമത്തെ ഗോള് വിനീഷ്യസിൻ്റെ ഉൽപ്പന്നമായിരുന്നു. വിനീഷ്യസിൻ്റെ അതിമനോഹരമായ പാസ്. അപ്പോൾ വിനീഷ്യസ് ൻ്റെ മാർക്കുണ്ട് ഈ രണ്ട് ഗോളിലും, ആദ്യത്തെ രണ്ട് ഗോളിലും. മൂന്നാമത് അയാൾ സ്വയം അതിഗംഭീര ഗോൾ അടിക്കുകയും ചെയ്തു. അപ്പോൾ ഈ 3 ഗോളിലും വിനീഷ്യസ് തൻ്റെ കൈമുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, തൻ്റെ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട്, കൈമുദ്രയിൽ മുദ്ര പതിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയാതെ വയ്യ. ആ 3 ഗോളും, അപ്പോൾ മൊറോക്കോക്കെതിരെയുള്ള ഒരു ഗോൾ അത് വിനീഷ്യസ് അടിച്ചതാണ്. അപ്പോൾ ഈ ടൂർണമെൻറ്റിൽ ബ്രസീൽ അടിച്ച 4 ഗോളിലും വിനീഷ്യസ് ഉണ്ട് എന്നുള്ളതാണ്. ഒന്നുകിൽ വിനീഷ്യസ് 2 ഗോൾ അടിച്ചു ഈ 4 ബാക്കി 2 അസിസ്റ്റ് ചെയ്തു എന്നത് വളരെ പ്രധാനമാണ്. നെയ്മർ ഇല്ലാത്ത സമയത്ത് വിനീഷ്യസിനെ മാത്രം ആശ്രയിച്ചിട്ടാണ് ബ്രസീൽ മുന്നേറ്റത്തിൽ. അവരുടെ കോച്ച് കാർലോ ആഞ്ചലോട്ടി വിനീഷ്യസിൽ അത്ര വിശ്വാസം പുലർത്തിയിരുന്നു. ആ വിശ്വാസം മുഴുവൻ ഉറപ്പുവരുത്തുന്ന പാലിക്കുന്ന രീതിയിലാണ് വിനീഷ്യസ് കളിക്കുന്നത്. വിനീഷ്യസ് തന്നെയാണ് ഇതുവരെയുള്ള ഈ 2 കളിയിലും മെയിൻ സ്റ്റേ എന്ന് പറയാവുന്ന ഒരു നെടും തൂൺ ബ്രസീലിൻ്റെ വിനീഷ്യസ് തന്നെയായിരുന്നു. അപ്പോൾ വിനീഷ്യസിന് ഇതൊരു ബ്രേക്കിംഗ് പോയിന്റ് തന്നെയാണ് ബ്രസീലിൻ്റെ വേണ്ടി കളിക്കുന്ന കരിയറിൽ, രാജ്യാന്തര ഫുട്ബോൾ കരിയറിൽ, രാജ്യത്തിന് വേണ്ടി കളിക്കുന്ന കരിയറിൽ തീർച്ചയായിട്ടും വിനീഷ്യസ് ഇന്നലെ വരെ കളിച്ച പോലെ അല്ല ഇപ്പോൾ കളിക്കുന്നത്. ഇത് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ഒരു ബ്രേക്കിംഗ് പോയിൻ്റാണ്. ഇവിടെ അദ്ദേഹം ഈ ലോകകപ്പ് പോലൊരു വേദിയിൽ, അതും ഏറ്റവും ആവശ്യമുള്ള ഒരു സമയത്ത് ബ്രസീലിന് വേണ്ടി കളിക്കുന്നു. അതാണ് ഒരു കളിക്കാരൻ ഏറ്റവും ആവശ്യമുള്ള സമയത്ത് ഗംഭീര ചാമ്പ്യൻഷിപ്പ് കളി കളിക്കണം. അപ്പോൾ അങ്ങനെ ഒരു ചാമ്പ്യനെ പോലെ വിനീഷ്യസ് കളിക്കുന്നു. തീർച്ചയായിട്ടും ഇപ്പോൾ വിനീഷ്യസ് എല്ലാ അർത്ഥത്തിലും ഒരു ലോക നിലവാരത്തിലുള്ള, ലോകത്തെ ഏത് ചാമ്പ്യൻ പ്ലെയർക്കൊപ്പം നിൽക്കാവുന്ന രീതിയിൽ ഈ 2 കളി ബ്രസീലിന് വേണ്ടി കളിച്ച് അദ്ദേഹം വെറും ക്ലബ് പ്ലെയർ മാത്രമാണ് എന്ന പേരെന്നെ ഇല്ലാതാക്കി അതിഗംഭീരമായി കളിച്ചു. മുന്നിൽ നിന്ന് നയിച്ച് കളിച്ചു ബ്രസീലിന് വേണ്ടിയിട്ട് എന്ന് പറയാതെ വയ്യ. വിനീഷ്യസ് ഇത് തുടരുക തന്നെ ചെയ്യും എന്ന വലിയ പ്രതീക്ഷയാണ് ബ്രസീലിനുള്ളത്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. നെയ്മർ വരുന്ന ഇതുവരെ കാത്തിരിക്കാൻ വയ്യ. അതിനു മുമ്പുള്ള കളികളിലെല്ലാം വിനീഷ്യസിൻ്റെ സേവന അവശ്യമായി അവർക്ക് വേണം. ഇനി നെയ്മർ വന്നാലും വിനീഷ്യസ് ഇതുപോലെ കളിക്കുകയാണെങ്കിൽ ബ്രസീൽ അതിഗംഭീരമായി മുന്നോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പോൾ വിനീഷ്യസിന് ഒരു സല്യൂട്ട്.